നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ്. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി മാസം 23-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 മകരമാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ ഓരോ രാശിക്കാരുടെയും വാരഫലം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 3-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴം, 5-ൽ മേടം മുതൽ 5-ാം രാശി 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതു ചിങ്ങൻ രാശിയിൽ. 9-ാം ഭാവത്തിലും ഗ്രഹങ്ങളില്ല. 10-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, 11-ൽ രാഹു, 12-ൽ ചന്ദ്രൻ, ശനി. ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി. ഇനി ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യാം. ഇവിടെ ഇന്നത്തെ രാശിയിൽ ചൊവ്വ വളരെ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ചൊവ്വ മകരൻ രാശിയിലാണ് നിൽക്കുന്നത്. അതിനാൽ ചൊവ്വയെക്കൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഭ്രാത സത്വം ച ഭൗമ ക്ഷിദ്രപി, ഭൂമിപരമായ വിഷയങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾക്കൊക്കെ തന്നെ ഒരുവിധത്തിലുള്ള രാശിക്കാർക്കെല്ലാം വളരെ അനുകൂലമാണെന്ന് അറിയുക. അതിനാൽ വീട്, ഭൂമി അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയം, വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ സഹായകരമായ ഗ്രഹമാണ് ചൊവ്വ. എടുത്തു ചാടാതെ ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളിൽ സംജാതമാകുമെന്ന് അറിയുക. ഏതായാലും നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ ചിന്തിക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരെ 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളുടെ 2-ൽ വ്യാഴം, 3-ാം ഭാവത്തിൽ ഗ്രഹമില്ല, 4-ാം ഭാവത്തിൽ കേതു, 9-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ചൊവ്വ, ബുധൻ, 10-ാം ഭാവത്തിൽ രാഹു, 11-ൽ ചന്ദ്രൻ, ശനി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് സഹോദര ഗുണം വളരെ കൂടുന്നൊരു വാരമാണിത്. സഹോദരപതിയായ ഗ്രഹം 11-ലുണ്ടാവുക, സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ മക്കളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ വിവാഹ തീരുമാനങ്ങൾ അതിൽ ഭാഗഭാക്കാവുക, അങ്ങനെ യാത്ര ചെയ്യേണ്ടി വരിക മംഗളകർമ്മങ്ങൾക്കായി. ഈ രീതിയിലുള്ള അനുകൂലമായ സമയമാണെന്ന് അറിയുക. ഇവിടെ 9-ാം ഭാവത്തിൽ ശുക്രനും ചൊവ്വയും സൂര്യനും ബുധനും നിൽക്കുന്നുണ്ട്. പലപ്പോഴും വിവാഹ തീരുമാനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്ന, അനുകൂലമായി വരുന്ന, അതിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ട സമയമാണെന്ന് കൂടി അറിയണം. പലപ്പോഴും ഇവിടെ പിതാവിൻ്റെ പാരമ്പര്യം അനുസരിച്ചുള്ള ചില പ്രത്യേകതകൾ വരുന്ന വാരമാണ്. ഒരുപക്ഷെ പിതാവിൻ്റെ പൂർവികമായ സ്വത്ത് തങ്ങൾക്ക് മക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഒരാളുടെ പേരിലാക്കി കൊടുക്കുക. അതിനേറ്റവും അനുകൂലമായൊരു വാരമാണിത്. അച്ഛൻ നടന്ന ബിസിനസ് അച്ഛൻ തൽക്കാലം മാറി നിന്ന് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ജനകവത് വൃത്തി വിദ്യാദ്വിഭേദ. ഇവിടെ ജാതകത്തിലേക്ക് 9-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒക്കെ നിൽക്കുന്നുണ്ട്. ലഗ്നാധിപൻ സൂര്യനോടുകൂടി നിൽക്കുകയാണെങ്കിൽ അച്ഛൻ്റെ സ്വഭാവവും ശീലവും സംസ്കാരവും ഉണ്ടാവുമെന്നാണ്. ഇവിടെ അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ ഒരു വാരം ഇതിനൊക്കെ വളരെ അനുകൂലമാണ്. പിതാവുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലെല്ലാം കൂടി ആലോചിച്ച് ഉറച്ച് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ ഈ ഒരു വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക. ഇവിടെ മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർമ്മസ്ഥാനത്തേക്ക് വ്യാഴദൃഷ്ടിയുണ്ട്. ചന്ദ്രൻ ശനിയോടുകൂടി 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. പ്രതിഷ്ഠ, അധികാര, അമ്പരാണിക്രമേണ. പ്രതിഷ്ഠ, സ്ഥിരത, അധികാരം, അമ്പരം, വസ്ത്രം, സ്ഥാനമാറ്റങ്ങൾ, ഉയർന്ന സ്ഥാനത്തിലേക്കുള്ള പടിപടിയായുള്ള കയറ്റം, ഇതിനൊക്കെ അനുകൂലമാണ്. ഏതായാലും ഈ ഒരു വാരം ഇടവൻ രാശിക്കാർക്ക് വളരെ ശുഭമാണെന്ന് അറിയുക. കർമ്മതടസ്സമുണ്ടെങ്കിൽ മാറാൻ വേണ്ടി ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി സർപ്പക്ഷേത്രത്തിൽ ജന്മനക്ഷത്രത്തിന് ചെയ്യുക. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നന്ദി, നമസ്തേ.